മലയാളികളെ അപമാനിച്ച് ധ്രുവീകരണം നടത്തി വിദ്വേഷം പരത്തി വോട്ട് നേടി വിജയിക്കാമെന്ന് വിചാരിക്കുന്ന വിഡ്ഢികളുടെ ലോക സ്വപ്നം കണ്ടാണ് കേരള സ്റ്റോറി 2 എന്ന പേരിൽ മലയാളികളെ പറ്റെ അപമാനിക്കുന്നതിന് വേണ്ടി ഒരു സിനിമ പുറത്തിറക്കിയതിൻ്റെ ട്രെയിലർ വന്നപ്പോൾ ഇപ്പോൾ എല്ലാവരും ദബ്ബബ്ബബ്ബബ്ബ അടിക്കുകയാണ്. എന്താ സംഗതി? എവിടെയാണ് കേരളത്തിൽ നിർബന്ധിച്ച് ബീഫ് തീറ്റിച്ച് ആളുകളെ മതം മാറ്റുന്നത് എന്ന ചോദ്യത്തിന് എവിടെയും ഉത്തരവില്ല. കേരളത്തിൽ മലയാളികളൊക്കെ ബീഫ് തിന്നും, അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നും, പല വീടുകളിലും തിന്നും. ഓണത്തിന് പലപ്പോഴും ഈ ചതയത്തിന് മാത്രമാണ് ഇറച്ചിയോ മീനോ ഇല്ലാതെ മലയാളി ഭക്ഷണം കഴിക്കുക. പണ്ട് ബ്രാഹ്മണ്യത്തിൻ്റെ പൂണൂലിൽ കുടുക്കിയിട്ടിരുന്ന വെജിറ്റേറിയനിസമൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ പലതിൻ്റെയും തലപ്പത്തിരുന്ന് പലതും ഉണ്ടാക്കി തട്ടുമ്പോൾ അതുകൊണ്ടങ്ങ് വിജയിച്ച് കളയാം എന്നാണ് മോഹിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട BJP നേതാക്കളെ, കേരളത്തിൽ നിങ്ങൾ എത്രയോ കാലമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു. വെറും പാഴും കൊഴിഞ്ഞു പോകുന്നതും ഈ ഞങ്ങളുടെ സലാമിനെ പോലെയൊക്കെ ഉള്ള ചില ആളുകളെ അല്ലാതെ, അബ്ദുസലാമിനെ പോലെയൊക്കെയുള്ള ചില ആളുകളല്ലാതെ കൊള്ളാവുന്ന ആരെങ്കിലും ഇതുവരെയും അതിലേക്ക് ചേരാൻ വരാത്തതിൻ്റെ കാര്യം എന്താ? നിങ്ങൾ കൃത്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം, വികസനങ്ങൾ പറയണം, ജനങ്ങൾക്ക് നടപ്പിലാക്കുന്ന നല്ല വാഗ്ദാനങ്ങൾ കാണിച്ചു കൊടുക്കണം, അത് മുന്നോട്ട് വെക്കണം. അതിനു പകരം ഇങ്ങനെ ഉണ്ടാക്കി കാണിച്ചാൽ മലയാളി വോട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നത് എത്രയോ വിഡ്ഢിത്തമാണ്. ഇന്നതിനെക്കുറിച്ച് പത്രസമ്മേളനത്തിൽ രാജീവ് ചന്ദ്രശേഖരനോട് ചോദിച്ചപ്പോൾ പുള്ളി ആകെ പറഞ്ഞത്, അത് നടപ്പുവശം അല്ലാത്ത കാര്യമാണെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോകൂ എന്നാണ് പറഞ്ഞത്. ഏതായാലും ഇന്ന് മറ്റൊരു വാർത്ത കണ്ടു. ഏതോ ഒരു ഈശ്വരൻ നമ്പൂതിരി കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുന്നുണ്ട് ഈ സിനിമയ്ക്കെതിരെ. അപ്പോൾ ചോദിക്കും, മുസ്ലിങ്ങളാരും എന്താ പോകാത്തതെന്ന്. അവർക്ക് ഈ വ്യവസ്ഥയിലൊക്കെയുള്ള വിശ്വാസം ദിവസങ്ങൾ കഴിഞ്ഞു വരും തോറും നഷ്ടപ്പെട്ടു വരികയാണ് എന്നതാണൊരു പച്ചയായ യാഥാർത്ഥ്യം. വെറുതെ എന്തിനു പോയിട്ട് എന്നുള്ളൊരു ചിന്ത എല്ലാവരുടെയും മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. ഏതായാലും നമ്മുടെ RV ബാബു കൊട്ടയിലും പിന്നെ വട്ടിയിലും എന്ന് വേണ്ട എല്ലാത്തിടത്തും തപ്പുമായിരുന്നു. തപ്പി 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 പണ്ടൊരു മലയാളം പാട്ടുണ്ടല്ലോ, സാമ്പാറിൽ മുങ്ങിത്തപ്പി വെണ്ടയ്ക്ക തപ്പിക്കിട്ടി, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രിയ തക്കാളി 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 എന്നൊരു പാരടിപ്പാട്ടിനെ അനുസ്മരിപ്പിക്കും വിധം വല്ലാതെ തപ്പി 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 RV ബാബു 2-3 വാർത്ത കൊണ്ടുവന്നു. അതെവിടുന്നാ? ഹിന്ദുക്കളെ നിർബന്ധിച്ച് ഗോമാംസം കഴിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ നിരവധി വാർത്തകളിൽ ചിലത് മാത്രമാണിത്. കേരള സ്റ്റോറി ഗോസ് ബിയോണ്ട് എന്ന ചിത്രം ഇന്ത്യയിൽ നടന്ന സംഭവങ്ങളെ ആധാരമാക്കി നിർമ്മിച്ച ചിത്രമാണ് എന്ന് പറഞ്ഞിട്ട് ഒക്ടോബർ 2023 ദളിത് വുമൺ റേപ്ഡ്, ഫിലിംഡ്, ഫോഴ്സ് ടു ഈറ്റ് ബീഫ് ബൈ 2 മുസ്ലിം മെൻ ഇൻ ഉത്തർപ്രദേശ്. പിന്നെ ഹിന്ദു വുമൺ ഫോഴ്സ് ടു ഈറ്റ് ബീഫ് അഡോപ്റ്റ് ഇസ്ലാം ബൈ ലാസ് ഇൻ പാറ്റ്ന. ജാർഖണ്ഡ് ഹിന്ദു SC ഫാമിലി പ്രഷറൈസ്ഡ് ടു കൺസ്യൂം ബീഫ്, ഓസ്ട്രൈസ്ഡ് ഫോർ നോട്ട് കൺവേർട്ടിംഗ് ടു ക്രിസ്ത്യാനിറ്റി എന്നൊക്കെ പറഞ്ഞ് ചില വാർത്തകളുമായി അളിയൻ രംഗത്ത് വന്നിട്ടുണ്ട്. ഏതിലൊക്കെയാണ് വന്നേക്കുന്നത്? ദേശീയ ദിനപത്രങ്ങളായ ഹിന്ദു പോസ്റ്റ്, പിന്നെ അതുപോലെയുള്ള ഇന്ത്യ ടുഡേ, ടൈംസ് ഓഫ് ഇന്ത്യ എന്നിവയിലൊക്കെയാണ് ഇതിൻ്റെ അറ്റവും മുറിയൊക്കെ മുറിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ഈ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന പെണ്ണിനെ മതം മാറ്റാൻ വേണ്ടി ഇത് കഴിപ്പിച്ചു എന്നൊക്കെ പറയുന്ന കേസാണ്, പരാതി കൊടുത്തിരിക്കുന്നതാണ് ഈ വാർത്തയ്ക്ക് ആധാരമായി പറയുന്നത്. അല്ല വേറൊന്നുമില്ല. ഈ ഏതെങ്കിലും പെണ്ണിനെ വേറെ ജാതി കല്യാണം കഴിച്ചുകൊണ്ട് വന്നു കഴിയുമ്പം അവർ തിരിച്ച് പിണങ്ങിപ്പോയിക്കഴിഞ്ഞ് പിന്നെ കൊടുക്കുന്ന കേസുണ്ടല്ലോ, പരാതി. ആ പരാതിയുടെ 1-2 സംഗതികളാണ് അളിയൻ 48 മണിക്കൂർ തപ്പിയപ്പോൾ ആകെ കിട്ടിയത്. അത് പോസ്റ്റ് ചെയ്തതിൻ്റെ അടിയിൽ ഒരു മലയാളി മാന്യമായി ചോദിച്ചിരിക്കുന്നൊരു ചോദ്യമുണ്ട്. എടാ, അതിനെന്തിനാടാ പോത്തെ കേരള സ്റ്റോറി എന്ന് പേരിടുന്നത്? വല്ല UP സ്റ്റോറിയെന്നോ ഗുജറാത്ത് സ്റ്റോറിയെന്നോ മറ്റോ ഇട്ടാൽ പോരെ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബാബു അണ്ണനെ തന്നെ പോത്തേന്ന് വിളിക്കുക ഒരു മലയാളി. സത്യമല്ലേ? എന്തിനാണ് മലയാളിയുടെ അണ്ണാക്കിലേക്ക് വെക്കുന്നത്? മലയാളി അങ്ങനെയാണോ? RV ബാബു എവിടെല്ലാം പോയി ബീഫ് കഴിച്ചിട്ടുണ്ട്? എത്രയോ ഹോട്ടലുകളിൽ ബീഫ് വിൽക്കുന്നുണ്ട്. ആരെല്ലാം കഴിക്കുന്നുണ്ട്? കല്യാണത്തിന് നല്ല മൂക്ക് മുട്ട ബിരിയാണി ആടിൻ്റെയൊക്കെ ഓരോരുത്തർ കഴിക്കുന്നില്ലേ? ഇതെല്ലാം കഴിച്ച് വയറ്റിലെ പുഴുവെല്ലാം ചത്തിട്ടാണ് കേരള സ്റ്റോറിക്ക് 2 വാർത്തയും തപ്പിക്കൊണ്ട് വന്നിരിക്കുന്നത്. വല്ലാത്ത കഷ്ടം തന്നെ. ആകെ തപ്പിയിട്ട് കിട്ടിയത് ഇതാണ്. അതിന് നല്ല ന്യായമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്, എന്തിനാടാ പോത്തെ കേരള സ്റ്റോറിയിൽ നിന്ന് അതിനെ വിളിക്കുന്നതെന്ന്. ആരോടാ?
ബാബുണ്ണനോട് ചോദിച്ചതാരാ? ടിപ്പിക്കൽ മലയാളി, വെരി ടിപ്പിക്കൽ മലയാളി.